ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്ന +1 ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, ആക്ച്വലി ഓൾസോ വളരെ സിമ്പിൾ ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് sin x is equal to 3/5, x lies in second quadrant, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് cos x, tan x, cosec x, sec x, cot x. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് sin x is equal to 3/5 ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഈ തവണത്തെ പരീക്ഷയ്ക്ക് തരുന്നത് cos x ആയിരിക്കും, ചിലപ്പോൾ tan x ആയിരിക്കും, ചിലപ്പോൾ cos x, ചിലപ്പോൾ കൊസീക്ക് ആയിരിക്കും, ചിലപ്പോൾ കോട്ടായിരിക്കും. അത് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരുടെ താല്പര്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് സംഭവം എന്ത് മാങ്ങാട്ടി തന്നെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കുക. ശരി, കുറച്ച് നന്നായിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്കിവിടെ ലൈനൊക്കെ അങ്ങ് സെലക്ട് ചെയ്യാം. ഏതാ മൂഡ്? ലൈൻ മൂഡ് അല്ലേ? ഓക്കെ, ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളൊക്കെ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് എന്താണ് 90 ഡിഗ്രി അല്ലാത്ത, ഓക്കെ വി നോ ദാറ്റ് ഇത് 90 ഡിഗ്രി ആണല്ലോ. അതെ, 90 ഡിഗ്രി അല്ലാത്ത ഏതെങ്കിലും, നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, sin x is equal to 3/5 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 90 ഡിഗ്രി അല്ലാത്ത, ഇതാണ് നമ്മുടെ 90 ഡിഗ്രി അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഈ സൈഡിലോ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക അല്ലെ ഇവിടെ കൊടുക്കുക, അത് നിങ്ങളുടെ താല്പര്യമാണ്. ഞാനിപ്പോൾ ഇത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ എക്സ് എന്ന് വെച്ചോ. ഓക്കെ, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണടാ? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ആരുടെ ഓപ്പോസിറ്റ് ആരുടെ ഹൈപ്പോട്ടന്യൂസ്? എക്സിന്റെ ഓപ്പോസിറ്റ് എക്സിന്റെ ഹൈപ്പോട്ടന്യൂസ്. ഇതല്ലേ, ഇവിടെയാണ് ഞാൻ എക്സ് എന്ന് പറയുന്ന ആംഗിൾ എടുത്തത്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന സൈഡ് അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് 3 എന്ന് തന്നേക്കുന്നത്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത്. ദിസ് ഈസ് 5. ഇനി അഥവാ നിങ്ങൾ ഇവിടെയാണ് എക്സ് എന്ന് എടുക്കുന്നതെങ്കിലോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇവിടെയാണ് നിങ്ങൾ എക്സ് എന്ന് എടുത്തെങ്കിലോ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ 90 ഡിഗ്രി അല്ലാത്ത എവിടെ നിങ്ങൾക്ക് എക്സ് എന്ന് എടുക്കുക. ഇവിടെയാണ് നിങ്ങൾ എക്സ് എന്ന് എടുത്തെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് അവിടെ വരും, ഇതാ. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ 3 എഴുതേണ്ടത്, ഇവിടെ നിങ്ങൾ 5 എഴുതണം. ഇപ്പം ഞാൻ മറ്റിടത്ത് എക്സ് എടുത്തുകൊണ്ടാണ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതായി മാറിയത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി, ഫൈൻ. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പം നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസും ഉണ്ട്, അതേപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡ് കൂടെ കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിനായിട്ട് നമുക്ക് പൈതഗോറസ് തിയറം നമുക്ക് കണ്ടുപിടിക്കാം. വി നോ ദാറ്റ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണടാ? ഇവിടെ ഇതിനെ ഞാനിപ്പോൾ AB എന്ന് വിളിച്ചോട്ടെ. ഇതിനെ A ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു, ഇതിനെ B ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു, ഇതിനെ C ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എനിക്ക് ഈ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ എത്രയാണ്? അതിന് ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ആണ്. AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ കുറച്ചാൽ പോരെ? AC സ്ക്വയർ പ്ലസ് മൈനസ് വരുന്നില്ലല്ലോ, മൈനസ് എവിടെ? ഒരു മൈനസ് BC സ്ക്വയർ, ഇത്രയും ചെയ്താൽ പോരെ. ഇതെങ്ങനെ ഈക്വേഷൻ കിട്ടിയത്? അതായത് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC സ്ക്വയറാണ്. അപ്പോൾ AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? നമുക്ക് AC സ്ക്വയർ അറിയാം, എത്രയാണ്? AC എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ മൈനസ് BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അതായത് AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണെങ്കിൽ AB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ആയിരിക്കുമല്ലോ അല്ലേ? സോ ഈ സൈഡ് നമുക്ക് കിട്ടി, ഈ സൈഡിന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. പ്രശ്നമില്ല, 4 റൈറ്റ്. യെസ്, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാം. We know that cos x, ഫസ്റ്റ് നമുക്ക് cos x കണ്ടുപിടിക്കാം. cos x എന്ന് പറഞ്ഞാൽ ആരാണല്ലോ? cos x എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ cos x എന്ത് വരും? അഡ്ജസന്റ് സൈഡ്, എക്സിന്റെ അഡ്ജസന്റ് സൈഡ്, എക്സ് ഇതല്ലേ? ഇതിന്റെ അഡ്ജസന്റ് സൈഡിൽ ആരാ കിടക്കുന്നത്? 4 അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ആരാ? 5 അല്ലേ? ഇതാണ് cos x എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ട tan x ആണ്. ഫൈൻ, tan x എന്ന് പറഞ്ഞാൽ എന്താണ്? tan x എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് sin x by cos x എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ, അതായത് sin x ഡിവൈഡഡ് ബൈ cos x എന്ന് പറഞ്ഞാൽ tan x ആണ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റന്റ് എന്നുള്ള രീതിയിലും എഴുതാം. ഓർ
ഓർ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ള കോൺസെപ്റ്റ് പ്രകാരം എഴുതാം. മനസ്സിലായോ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഓപ്പോസിറ്റ് സൈഡ് ഏതാ? 3 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? എക്സിന്റെ അഡ്ജസൻറ്റ് സൈഡ് 4, 3/4. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. സൈൻ എക്സിന്റെ വാല്യൂ 3/5, കോസ് എക്സിന്റെ വാല്യൂ 4/5. 5ഉം 5ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് 3/4 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് കോസ് എക്സ് കിട്ടി, ടാൻ എക്സ് കിട്ടി. ഇനി നമുക്ക് ആരൊക്കെ കണ്ടുപിടിക്കണം? കൊസീക് എക്സ് കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി ഇവിടെ സൈൻ എക്സ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് അല്ലെ? സൈൻ എക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 3/5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻ. ഇനി നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കണം? ഇനി നമുക്ക് കൊസീക് എക്സിനെ കണ്ടുപിടിക്കണം, കോട്ട് എക്സിനെ കണ്ടുപിടിക്കണം, സീക് എക്സിനെ കണ്ടുപിടിക്കണം. വി നോ ദാറ്റ് കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ അല്ലേ? സോ കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിനെ നേരെ തിരിച്ചിടുക. 3/5 നേരെ തിരിച്ചിടുമ്പോൾ 5/3. സീക് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സിന്റെ റെസിപ്രോക്കൽ അല്ലേ? സോ സീക് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതിനെ നേരെ തിരിച്ചിടുക, 5/4. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ അല്ലേ? സോ കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു 4/3. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. നോക്കിക്കേ, സെക്കൻഡ് ക്വാഡ്രന്റ് എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് എ, ഇത് എസ്, ഇത് ടി, ഇത് സി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും സൈനിന്റെ റെസിപ്രോക്കലായുള്ള കൊസീക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും അതിന്റെ റെസിപ്രോക്കൽ കോട്ടും പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും അതിന്റെ റെസിപ്രോക്കൽ സീക്കും പോസിറ്റീവ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സൈൻ എക്സ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്നാണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവ് ഉള്ളൂ? സൈനും അതിന്റെ റെസിപ്രോക്കലായുള്ള കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഓക്കെ, അപ്പൊ അവർക്ക് മാത്രമേ നമ്മൾ പോസിറ്റീവ് എടുക്കാറുള്ളൂ. സൈനിനും കൊസീക്കിനും മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവ് ആണ്. സോ ഇയാളെ നെഗറ്റീവ്, ഇയാളെ നെഗറ്റീവ്, ഇയാളെ നെഗറ്റീവ്, ഇയാളെ നെഗറ്റീവ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ആദ്യം നിങ്ങൾ ട്രയാങ്കിൾ വെച്ചിട്ട് വാല്യൂസ് എഴുതുക, പിന്നെ ക്വാഡ്രന്റ് വെച്ചിട്ട് നിങ്ങൾ സൈൻ കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്